ഹായ് അസ്സലാമലൈക്കും. ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് അതിനൊരു ഇങ്ങനെ മടിയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഇത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ നിരക്കും അല്ലേ. അപ്പോൾ ഇതിന് നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇതപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളം അധികം അങ്ങ് തിളച്ചൊന്നും പോവണ്ട. ചെറിയ കുമിളകൾ നമുക്കിത് കാണുമ്പോൾ അറിയാം. ചെറിയ കുമിളകൾ ഇങ്ങനെ അടിഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു പരുവത്തിൽ വെള്ളം ആകുമ്പോൾ നമുക്ക് വെള്ളം മാവിനകത്തേക്ക് കുറച്ച് കോരി ഒഴിച്ചിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് പോലും കുഴയ്ക്കണമെന്നില്ല. നമ്മൾ വെള്ളം തവി കൊണ്ട് കോരി ഒഴിച്ച ശേഷം ആ തവിയുടെ ചെവിട് ഭാഗം വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഇടിയപ്പത്തിൻ്റെ പരുവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു പരുവത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കണം. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കുമല്ലേ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കി ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പം മാവ് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പലർക്കും സംശയമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇടിയപ്പം സോഫ്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ളത്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇടിയപ്പം നമുക്കിത് പീച്ച് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടായിരിക്കും അല്ലേ സേവനാഴിക്കകത്തുനിന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്തെടുത്താൽ ഒരു പാടുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം മാവ് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് മാവ് കോരി നമ്മൾ സേവനാഴിക്കകത്തേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നിറച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ സേവനാഴിയുടെ മേൽഭാഗം കൊണ്ട് തന്നെ ഒന്ന് താഴേക്ക് അമർത്തിയാൽ ആ മാവ് നന്നായിട്ടൊന്ന് അമർന്ന് കിട്ടും. ഇനി ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് മുഴുവനും ഫില്ലാക്കിയിട്ട് ഇനി ആ സേവനാഴി ഒന്ന് അടച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമ്മുടെ ഇഡലി കുട്ടകത്തിലോ തട്ടിലോ ഒന്നും വെച്ചിട്ടല്ല, അതേ ഒരു ഫ്രൈ പാനകത്താണ്. അപ്പം ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് വെക്കുമ്പോൾ തൊട്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായി വരുമ്പോൾ ഒരു നുള്ളി ഓയിലൊന്ന് അതിനകത്തേക്ക് ഒഴിച്ച് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ മാവ് അതിനകത്തേക്ക് അങ്ങ് പരത്തി പീച്ചി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3-4 ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഈ ഒരു ഫ്രൈ പാനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ച് വെക്കണേ. ഒരു 2-3 മിനിറ്റ് നമ്മൾ 3 മിനിറ്റ് വേണ്ടി വരത്തില്ല, ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചേക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇടിയപ്പം നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ പാത്രം ഒന്നും കഴുകി ബുദ്ധിമുട്ടേണ്ട ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇടിയപ്പത്തിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ആവി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മൾ സാധാരണ ഇഡലിത്തട്ടിൽ വെച്ച് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇഡലിത്തട്ടിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം തേങ്ങയും കൂടി ഇടുമ്പോഴാണ് ഇടിയപ്പത്തിനൊരു ടേസ്റ്റ് വരുന്നത്. അപ്പം പാത്രത്തിലേക്ക് ഇട്ട ശേഷം നമുക്ക് തിരുമിയെടുത്ത തേങ്ങ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം കണ്ടില്ല, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 2-3 പേരൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എത്രയൊക്കെ ആയാലും ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയാലും കുറവുണ്ടാക്കിയാലും നമ്മൾ ഇഡലിത്തട്ടൊക്കെ ആകുമ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനും എടുക്കാനും ഒക്കെ കാണും. അപ്പോൾ ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക.
അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.